ആറ്റക്കോയ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഇയാളെക്കുറിച്ച് മുമ്പ് ഒരുപാട് വീഡിയോകൾ ആത്മീയ ചികിത്സയുടെ പേരിൽ ഇയാൾ നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തനിക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അയാളെ ശപിക്കുന്ന അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ മുമ്പ് പലതവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇയാളൊരു സ്ത്രീക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് മെസ്സേജ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ ആ ഒരു വോയിസ് മെസ്സേജ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. മാരകമായ നിങ്ങളെ തടിക്ക് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ സിഗർ നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റൊരു ചെയ്തൊന്നും പറയണ്ട. അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറുപ്പ്യ വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോഹത്തിന്റെ തകിട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഹർ ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താന്റെ കാര്യങ്ങൾ ചെയ്യണം. ശരിയാവാല്ലേ? കേട്ടില്ലേ? ഇതാണ് പുറത്തു വന്ന ആ ഒരു വോയിസ് മെസ്സേജ്. ഇയാളൊരു സഹോദരിക്ക് അയച്ചു കൊടുത്ത ഒരു വാട്സപ്പ് വോയിസ് മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് സിഹർ താൽക്കാലികമായി ബാത്തിലാകാൻ, അതായത് ഒഴിവാക്കാൻ വേണ്ടി 3000 രൂപ. അത് പൂർണ്ണമായി മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചലോഹ തകിടൊക്കെ വെച്ച് ചെയ്യണം. അതിനാണെന്നുണ്ടെങ്കിൽ 7800 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഇയാൾ ആവശ്യപ്പെടുന്നത് ആയിരക്കണക്കിന് രൂപയാണ്. ബോധവും വെളിവുമില്ലാത്ത സ്വന്തം വീടുകളിലെ സങ്കടങ്ങളും രോഗങ്ങളും മാറുമെന്ന് കരുതി ഇത്തരം ആളുകളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന എത്രയോ സാധാരണക്കാരായ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരിൽ നിന്നൊക്കെ ഇത്തരക്കാർ എത്ര രൂപയായിരിക്കും ഇതുപോലെ വാങ്ങിയിട്ടുണ്ടാവുക? നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ കടുത്ത ചൂടിലും പ്രയാസത്തിലും കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്ത് പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന ഓരോ പണമാണിത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കടന്ന് കഷ്ടപ്പെടുന്ന അന്നന്നത്തെ അന്നത്തിന് വേണ്ടി വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന പാവപ്പെട്ട കൂലിവേലക്കാരായ മനുഷ്യരുടെ രക്തവും വിയർപ്പുമാണ് ഈ പണമൊക്കെ. വീടുകളിലെ പ്രയാസങ്ങളും രോഗങ്ങളും മാറാൻ മറ്റു വഴികളില്ലാതെ നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെയാണ് ഇത്തരക്കാർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് മനസ്സിലാക്കാം. ഭയം വളർത്തുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രധാന തന്ത്രമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വലിയ സിഹർ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകും, കുടുംബം തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ഭീതി വളർത്തും. ഭയം കാരണം ആളുകൾ കടം വാങ്ങിയും സ്വന്തം ആഭരണങ്ങൾ പണയം വെച്ചും ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് പണം ഇങ്ങനെ ഇട്ടെറിഞ്ഞു കൊടുക്കും. നോക്കിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റുള്ളവരുടെ രോഗവും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മാറ്റിക്കൊടുക്കുമെന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇയാൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ആശുപത്രിയിലേക്കായിരിക്കും. അതും സാധാരണ ആശുപത്രിയൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരിക്കും. നോക്കത് അയാൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇയാൾക്ക് മുമ്പ് ഒരു അസുഖം വന്ന സമയത്ത് ഇയാൾ ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സിക്കാൻ പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. നോക്കൂ, ഇസ്ലാം ഒരിക്കലും ആത്മീയതയെ ഇത്തരത്തിൽ കച്ചവടമാക്കാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. ഒരു പ്രവാചകന്മാരും പണ്ഡിതന്മാരും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് തങ്ങളെന്ന നാമധേയവും ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു വലിയ സംഘം തന്നെ നമുക്കിടയിലുണ്ട്. ഖുർആനും സുന്നത്തും പഠിച്ച ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഇത്തരക്കാരുടെ പ്രവൃത്തികൾക്ക് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന്. നോക്കി, ഇത്തരം ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കെതിരെ ശബ്ദമുയർത്തിയേ മതിയാകൂ. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് നിർഭാഗ്യവശാൽ തലയിൽ തൊപ്പിയും തലപ്പാവുമുള്ള കുറേ ആളുകൾ തന്നെ ഇയാളെ പിന്തുണച്ചുകൊണ്ട്, ഇയാൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട്, ഇയാൾ കൊടുക്കുന്ന പൈസ മോഹിച്ചുകൊണ്ട് ഇയാളുടെ പുറകെ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ഒക്കെ പൈസ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ നാളെ ഇതിനെല്ലാം പടച്ചവൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഇതോടൊപ്പം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇയാളെ പിന്തുണയ്ക്കുന്ന ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു ന്യായമുണ്ട്. അയാൾ വലിയ രീതിയിലുള്ള ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും മറ്റു പലവിധ സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ. നോക്കൂ, അത് ഇയാളുടെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കുന്ന പണമല്ല, നേരെ മറിച്ച് ഇയാൾക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും അതിലൊരു വിഹിതം എടുത്ത് ഇയാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അയാൾ നല്ലവനാണെന്നല്ല അർത്ഥം. നോക്കൂ, ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ ഇതിലൂടെ അയാൾക്ക് ലഭിച്ചു എന്ന് കരുതുക. ആ 10 ലക്ഷത്തിൽ ഒരു 3 ലക്ഷം രൂപ എടുത്ത് ഇയാൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്തതിന് ശേഷം 7 ലക്ഷം രൂപ ഇയാളുടെ പോക്കറ്റിലേക്കാക്കിയാൽ അയാൾ നല്ലവനാണെന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും സാമാന്യമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്, ദയവ് ചെയ്ത് ഇത്തരം ആളുകളുടെ പക്കലൊന്നും നിങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം
ഇതുപോലെയുള്ള ആളുകളുടെ കൈകളിലേക്ക് കൊണ്ട് കൊടുക്കാതിരിക്കുക.